ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1968. ഇന്ന് മെയ് മാസം 21-ാം തീയതി. ഈ ആണ്ടിലെ 141-ാമത്തെ ദിവസത്തിലെത്തി. കുറെ കൂടി ക്രിസ്തുവംശമുള്ള നമ്മൾ ഓരോരുത്തരും നീതിബോധത്തിൽ ജീവിക്കണമെന്ന് കഴിഞ്ഞ കുറച്ച് പുലരികളിൽ ഒരുമിച്ച് ആലോചിച്ച് നടന്നു പോവുകയാണ്. അതും ക്രിസ്തുയേശുവിന്റെ സുവിശേഷത്തെ കൂട്ടുപിടിച്ചു. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ ആരംഭഭാഗം. തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ അയക്കുന്ന വീട്ടുടയവന്റെ ഉപമയുടെ പശ്ചാത്തലത്തിൽ കരുണ എന്താണ്, നീതി എന്താണ്, നിയമം എന്താണെന്നൊക്കെ കുറെ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. എല്ലാവർക്കും തുല്യമായി വീതിച്ച് നൽകുന്നതാണ് പൊതുവെ നിയമം എന്ന് പറയുന്നത്. എന്നാൽ നീതി അതല്ല. എല്ലാവർക്കും തുല്യമായി വീതിച്ച് നൽകുന്നതല്ല, മറിച്ച് ഓരോരുത്തർക്കും അർഹമായി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ദയനീയതയും ഓരോരുത്തരുടെ സമൃദ്ധിയുടെ സാധ്യതകളും തിരിച്ചറിഞ്ഞു വേണം വിതരണം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ആപ്പിൾ വിൽക്കുന്ന ഒരു കടയിൽ 1 കിലോ ആപ്പിളിന് 200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ചില ആളുകൾക്ക് അയാൾ 100 രൂപയ്ക്ക് ആപ്പിൾ കൊടുക്കുന്നത്. അതാ വാങ്ങാൻ ചെന്ന ആളിന്റെ പശ്ചാത്തലവും ദയനീയതയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണവും പരിഗണിച്ചു. എന്നാൽ അയാളുടെ അഭിമാനത്തിന് അല്പം പോലും ഒരു ക്ഷതം വരരുതേ എന്ന് കരുതി താൻ അയാളെ സഹായിക്കുന്നുണ്ടെന്ന് പോലും അയാൾ തിരിച്ചറിയണ്ട എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ആപ്പിളിന് വില 100 അയാൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും പരമാവധി ഒരു വിലയുണ്ട്, MRP അല്ലെ. ആ പരമാവധി വിലയേക്കാൾ അധികം വാങ്ങുന്നില്ല എന്നത് ശരിക്കും പറഞ്ഞാൽ നിയമാനുസരണമായ ഒരു കാര്യമാണ്. നമ്മൾ നിയമം പാലിക്കുന്നില്ല. MRP കവിഞ്ഞു പോകുന്നില്ല ഒന്നിലും. ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന വിലയ്ക്ക് നൽകാൻ കഴിയുന്നത് സത്യത്തിൽ മനുഷ്യത്വമാണ്. അസാധ്യമാണ് എന്ന് പറഞ്ഞ് പുച്ഛിക്കണ്ട. ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന വിലയ്ക്ക് നൽകാൻ കഴിയുന്നത് മനുഷ്യത്വമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് തന്റെ മുന്തിരിത്തോട്ടത്തിലെ വേലയ്ക്ക് 1-ാം മണി നേരത്ത് വന്നവൻ 11-ാം മണി നേരത്ത് വന്നവൻ അവര് എത്ര മണിക്കൂർ അധ്വാനിച്ചിട്ടുണ്ടെന്ന് അറിയാം. 1-ാം മണി മുതൽ 12-ാം മണി വരെ 12 മണിക്കൂർ അധ്വാനിച്ചവനും 11-ാം മണി നേരത്ത് വന്ന് പ്രവേശിച്ചവൻ ആകെ 1 മണിക്കൂർ അധ്വാനിച്ചു. എന്നിട്ടും കൂലി കൊടുത്തപ്പോ എല്ലാവർക്കും തുല്യമായി നൽകുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്നത് നൽകാനായിട്ട് മനസ്സാവും. അതൊരു കരുണയാണ്, അതൊരു നീതിബോധമാണ്. ആമേൻ.